എന്നാൽ ആ ബുള്ളറ്റ് ഹർഷന്റെ ശരീരത്തിൽ തുളഞ്ഞു കയറുന്നതിന് തൊട്ടു മുന്നേ സ്റ്റീഫൻ അവനെ തള്ളി മാറ്റിയിരുന്നു. ആ ബുള്ളറ്റ് സ്റ്റീഫന്റെ തോളിൽ ഉരസിക്കൊണ്ട് ഒരു പൊള്ളലേൽപ്പിച്ചു പാഞ്ഞുപോയി. അടുത്ത നിമിഷം സൈലൻസർ ഘടിപ്പിച്ച തോക്കുകളിൽ നിന്ന് ബുള്ളറ്റുകൾ ആ വെടിയുതിർത്ത ഗുണ്ടയുടെ ശരീരം അരിപ്പ കണക്കെയാക്കി തുളച്ചു കയറി. അപ്പോഴേക്കും ഭദ്രയോടി പുറത്തെത്തിയിരുന്നു. സ്റ്റീഫൻ ഹർഷനെ നിലത്തു നിന്നും എഴുന്നേൽപ്പിച്ചു. അവൾ പാഞ്ഞു ചെന്ന് ഹർഷന്റെ കവിളിലേക്ക് ആഞ്ഞടിച്ചു. എന്നിട്ട് അവന്റെ നെഞ്ചിൽ വീണ് കരയാൻ തുടങ്ങി. നിങ്ങൾ കൂടി നഷ്ടപ്പെട്ടാൽ ഈ ഭദ്ര ആർക്കു വേണ്ടിട്ടാ ജീവിക്കുന്നത്? ഏയ് ഭദ്രേ, ഒന്നുമില്ല, ദേ നോക്കിയേ. പോട്ടെ, അവൻ അവളെ സമാധാനിപ്പിച്ചു. അവൾ അവന്റെ നെഞ്ചിൽ തന്നെ പതുങ്ങി നിന്നു. അപ്പോഴാണ് സ്റ്റീഫനെ അവൻ ശ്രദ്ധിക്കുന്നത് തന്നെ. ഹർഷന്റെ മുഖത്തെ സംശയം കണ്ട് സ്റ്റീഫൻ അവന് കൈ കൊടുത്തു. സ്റ്റീഫൻ, ജ്വാലാമം പറഞ്ഞിട്ട് വന്നതാണ്. ഓക്കെ, താങ്ക് യു സ്റ്റീഫൻ. ഹർഷന്റെ മുഖം വിടർന്നു. ഭദ്ര ഒന്നും മനസ്സിലാവാതെ അവന്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറി നിന്നു. സർ പോയിക്കോളൂ, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. ഇറ്റ്സ് ഓക്കെ, ഞാനും കൂടാ, ചെന്നോളൂ. ഞങ്ങൾക്ക് ഡീല് ചെയ്ത ശീലമുള്ളത് തന്നെയാ. പിന്നെ ഇയാളെ എവിടാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അങ്ങോട്ട് മാറ്റാം. പ്രസാദിനെ ചൂണ്ടിക്കാട്ടി അവൻ പറഞ്ഞു. ഇയാളുടെ മോനെ ഞാൻ ഇവിടെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പഴയ വീട്ടിലേക്ക് പൊക്കിയിട്ടുണ്ട്. ആരും ഇല്ല ഇപ്പോൾ അവിടെ. അവിടം സേഫ് അല്ലെങ്കിൽ മാഡത്തിന് ഇവിടെ ഒരു ഗോഡൗൺ ഉണ്ട്, അവിടേക്ക് മാറ്റാം. ആ വീടിൻ്റെ അഡ്രസ്സ് തന്നാൽ മതി, ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തോളാം. എന്നിട്ട് ഞങ്ങൾ വിളിക്കാം, അവിടേക്ക് വന്നാൽ മതി. ഓക്കെ സ്റ്റീഫൻ. അവൻ അവർക്ക് അഡ്രസ്സ് നൽകി. അവർ അവന് ഗോഡൗണിൻ്റെയും. സ്റ്റീഫൻ അയാളെ നിസ്സാരമായി കൈകൊണ്ട് ചുരുട്ടി തോളിലെടുത്തു. വേദന കൊണ്ട് അബോധാവസ്ഥയിലും പ്രസാദ് ഒന്ന് ഞരങ്ങി. അയാളെ കൊണ്ട് സ്റ്റീഫനും ഒപ്പം രണ്ടുപേരും അവിടെ റേഞ്ച് റോവറിൽ കയറി അവിടുന്ന് ഹർഷൻ കൊടുത്ത അഡ്രസ്സ് ലക്ഷ്യമാക്കി പാഞ്ഞുപോയി. ബാക്കിയുണ്ടായിരുന്നവർ വീണ് കിടക്കുന്ന ഗുണ്ടകളെ എടുത്ത് അവർ വന്ന വണ്ടികളിലേക്ക് തന്നെ ഇട്ടു. അപ്പോഴേക്കും ഹർഷന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. സർ, ജ്വാല ഹിയർ. സർ, ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് പോന്നോളൂ, അവർ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തോളൂ. ഓക്കെ, താങ്ക്സ്. മറുവശത്ത് ഒരു മൂളലോടെ കോള് കട്ടായി. തീർത്ഥയുടെയും രക്ഷയുടെയും പ്രിയയുടെയും സംസാരം കേട്ട അയാൾ മെല്ലെ ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ആ വാർത്ത കേട്ടയാളുടെ ചുണ്ടിൽ ക്രൗര്യമായ ഒരു പുഞ്ചിരി വിളഞ്ഞു. അവർ അപ്പോൾ തന്നെ അവിടെ നിന്നും ഡിസ്ചാർജ് വാങ്ങി. പ്രിയയ്ക്ക് തന്നേക്കാളും ഇപ്പോൾ രക്ഷയുടെ സാന്നിധ്യമാണ് വേണ്ടതെന്ന് തോന്നിയ തീർത്ഥ അവരെ അവരുടെ ലോകത്തേക്ക് വിട്ടിട്ട് തറവാട്ടിലേക്ക് മടങ്ങി. കാർ ഓടിക്കുമ്പോൾ ഭദ്രയുടെ മുഖം കനത്തു തന്നെയായിരുന്നു. അവന് കാര്യം മനസ്സിലായി. ഹർഷേട്ടാ, ഒന്ന് വണ്ടി നിർത്തിക്കേ. എന്താ കാര്യം? നിർത്താൻ. അവൻ കാർ വഴിയിലൊതുക്കി. എന്നെ അവിടേക്ക് കൊണ്ടുപോകണ്ട, ഞാൻ വരുന്നില്ല. കാരണം? അത് പിന്നെ ഞാൻ വന്നാൽ ശരിയാവില്ല. അതെന്താ ആകാത്തത്? പ്ലീസ്, ഞാൻ ഒരാളെ കൊല്ലാൻ നോക്കിയ പെണ്ണാണ്. 4 വർഷം ജയിലിലും കഴിഞ്ഞു. എനിക്കറിയാം, നമ്മൾ സ്നേഹിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാനൊരു ക്രിമിനലാണ്. ഏട്ടൻ ഒരു പോലീസ് ഓഫീസറും. വേണ്ട ഹർഷേട്ടാ. കഴിഞ്ഞോ? അല്ല, നിന്റെ നാടക ഡയലോഗൊക്കെ കഴിഞ്ഞോന്ന്? അവളുടെ മുഖം വീർത്തു വന്നു. അതൊക്കെ വെറും ചാബല്യങ്ങളാണ്, പിന്നീട് വേണ്ടെന്ന് തോന്നും. അതിലും നല്ലത് ഇപ്പോഴേ ആ പ്രായത്തിന് തമാശയായി കണ്ടാൽ മതി ഒക്കെയും. അവൾ കാരണം തനിക്കു കൂടി അപകടം വരുമോ എന്ന ആദിയാണ് അവളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നതെന്ന് അവൻ അറിയാമായിരുന്നെങ്കിലും അവൻ്റെ പ്രണയത്തെ താഴ്ത്തി കെട്ടിയത് അവൻ്റെ ഉള്ളിൽ ഒരു മുറിവുണ്ടാക്കി. അവൻ്റെ കാലുകൾ ആക്സിലേറ്ററിൽ അമർന്നു. വെടിയുണ്ട പോലെ കാർ മുന്നിലേക്ക് കുതിച്ചു. അവൻ്റെ മുഖഭാവം കണ്ട് അവളിൽ ഭയമേറി. അവൻ കാർ അടുത്ത് കണ്ട ഒരമ്പലത്തിലേക്ക് കയറ്റി. കഴിയോട്ടെ. അവളെയും അവൻ വലിച്ചിറക്കി. അവൾ കുതിരാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കൈക്കരുത്തിന് മുന്നിൽ ഒക്കെയും വിഫലമായി. പോകുന്ന പോക്കിൽ അവിടെ നേർച്ചയായി കെട്ടിയിരുന്ന താലികളിൽ ഒരെണ്ണം അവൻ പൊട്ടിച്ചെടുത്തിരുന്നു. ശ്രീകോവിലിന് മുന്നിൽ അവളെ നിർത്തി. നിമിഷ നേരത്തിൽ തൻ്റെ കഴുത്തിൽ ഒരു തണുപ്പറിഞ്ഞ അവൾ നോക്കുമ്പോൾ മഞ്ഞച്ചടിനാൽ കോർത്ത താലി തൻ്റെ മാറിൽ. അതിനകം തന്നെ അവൻ തിരുമേനി കൊണ്ടുവന്ന തട്ടിൽ നിന്നും സിന്ദൂരമെടുത്ത് അവളുടെ നെറ്റിയിൽ ചാർത്തിയിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു കാലത്ത് ഒത്തിരി ആഗ്രഹിച്ചതാണ് ഈ കൈകൾ കൊണ്ടൊരു താലി. എന്നാൽ ഇന്ന് സമൂഹത്തിന് മുന്നിൽ താനൊരു കുറ്റവാളിയാണ്. ഹർഷേട്ടൻ ഒരു പോലീസുകാരനും. അന്നും ഇന്നും
ഹർഷേട്ടനൊപ്പം ഒരു ജീവിതമാണ് ആഗ്രഹിച്ചതെങ്കിലും യോഗ്യത കാണാതിരിക്കുമ്പോൾ മറന്നോളുമെന്ന് കരുതിയാണ് ജയിലിലായിരുന്ന സമയത്ത് കാണാൻ വരാൻ സമ്മതിക്കാതിരുന്നത്. അവളുടെ കണ്ണുനീർ കണ്ട് അവൻ്റെ ഉള്ളം കലങ്ങിയെങ്കിലും അവൻ്റെ മനസ്സ് ഇതാണ് ശരിയെന്ന് അവനോട് വാദിച്ചുകൊണ്ടിരുന്നു. അവൾ തളർച്ചയോടെ അവനിലേക്ക് ചാരി നിന്നു. അപ്രതീക്ഷിതമായി നടന്ന കാര്യങ്ങൾ കാരണം ദിവാകർ നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. ഇന്ന് ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ്. പെട്ടെന്ന് PA അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് വന്നു. സർ, നമ്മൾ എമറാൾഡ് ഗ്രൂപ്പുമായി ഒരു ഹോസ്പിറ്റലിൻ്റെ കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിന് വേണ്ടി ശ്രമിച്ചിരുന്നില്ലേ? അത് നമ്മൾ 5 മാസമായി ശ്രമിക്കുന്നതല്ലേ? അതെ സർ, അതിൻ്റെ മറുപടിയായിട്ട് അവർ ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അവർക്ക് ഓക്കെയാണ് സർ. പ്രീമിയം ക്വാളിറ്റി ആവണം. കൺസ്ട്രക്ഷൻ നടക്കുന്നത് ഇന്ത്യയിലാണ്. അതുകൊണ്ടാണ് നമുക്ക് അവർ ഒരു അവസരം തരുന്നത്. ഇഷ്ടമായാൽ കൂടുതൽ പ്രോജക്ട്സ് ഉണ്ടാവും. വിത്തിൻ 1 ഇയർ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിരിക്കണം എന്നാണ് ഡിമാൻഡ്. അവർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് 3000 കോടിയാണ്. അതിനുള്ളിൽ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്താൽ നമ്മുടെ പ്രോഫിറ്റ് 10%. ദാറ്റ് മീൻസ് 300 കോടി. പിന്നെ 3 വർഷത്തിനുള്ളിൽ അവർ ന്യൂഡൽഹിയിൽ പ്ലാൻ ചെയ്തേക്കുന്ന ഒരു നല്ലൊരു പ്രോജക്റ്റിൻ്റെ ഡിസൈനും കൺസ്ട്രക്ഷനും ഉണ്ട്. താങ്ക് ഗോഡ്. ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. താൻ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് നാളെ രാവിലത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ഓക്കെ സാർ. അയാൾ പുറത്തേക്കിറങ്ങി. അവിടെ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്ന ഒരു പെൺകുട്ടിയോട് പറഞ്ഞു, ജിനി, സാറിൻ്റെ ആഫ്റ്റർനൂൺ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ട് നാളെ മോർണിംഗ് ബിസിനസ് ക്ലാസ് ബുക്ക് ചെയ്യും. അപ്പോഴേക്കും വർദ്ധിച്ച സന്തോഷത്തോടെ ദിവാകർ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് വന്നു. എവരിവൺ പ്ലീസ് ലിസൺ. നമ്മൾ ലാസ്റ്റ് 5 മന്ത്സായി ട്രൈ ചെയ്യുന്ന എമറാൾഡ് ഗ്രൂപ്പിൻ്റെ ഇന്ത്യയിലെ പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണം അവർ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് കൃത്യമായി തീർന്നാൽ എല്ലാവർക്കും സാലറി ഹൈക്ക് ഉണ്ടാവുന്നതായിരിക്കും. കാരണം എമറാൾഡ് പോലുള്ള ഒരു ബിസിനസ് ഗ്രൂപ്പിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. പിന്നെ നമ്മുടെ കമ്പനിയുടെ മൂല്യം ഒത്തിരി ഉയരും. ഒപ്പം തന്നെ അവർക്ക് കൺസ്ട്രക്ഷൻ കമ്പനി സ്വന്തമായി ഉണ്ടെങ്കിലും അത് മറ്റുള്ള രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലാകെ അവർ 2-3 പ്രോജക്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ വർക്ക് അവർക്ക് സാറ്റിസ്ഫൈയിങ് ആണെങ്കിൽ കൂടുതൽ അവസരങ്ങൾ നമുക്ക് കിട്ടും. ഗുഡ് ജോബ് ഗൈസ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. പിന്നെ ഇന്നൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബുർജൽ അറബിൽ. എൻജോയ് ഗൈസ്. ദിവാകർ ഇതും പറഞ്ഞ് തിരികെ ക്യാബിനിലേക്ക് കയറിഞ്ഞു. എന്താടി ഈ എമറാൾഡ്? ശാലിനി അടുത്തിരുന്ന വൃന്ദയോട് ചോദിച്ചു. വൃന്ദ ഒന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഓ, നീ ന്യൂ അപ്പോയിൻമെന്റ് അല്ലേ? അതാ. എന്നാലും നീ കേൾക്കാതിരിക്കാൻ സാധ്യത കുറവാ. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബിസിനസ് ഗ്രൂപ്പ്. ഇല്ലാത്ത ബിസിനസ് ഒന്നുമില്ല. ജ്വല്ലറി, ടെക്സ്റ്റൈൽസ്, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, ചിലിയിലും സൗത്ത് ആഫ്രിക്കയിലും ഖനികൾ, ജ്വല്ലറി, ഗോൾഡ് ഒന്നുമല്ല, ഡയമണ്ടും പ്ലാറ്റിനും ഒക്കെയാണ് മോളെ. പിന്നെ വെപ്പൺ മാനുഫാക്ചറിങ്, അതിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ത്യ, അമേരിക്കയും റഷ്യയും കാനഡ വമ്പൻ രാജ്യങ്ങളാണ് കസ്റ്റമേഴ്സ്. പിന്നെ കൺസ്ട്രക്ഷൻ കമ്പനീസ് ഇന്ത്യയിലില്ല, എല്ലാം വിദേശ രാജ്യങ്ങളിൽ. ഇവിടെയും ഈ ദുബായിലും ഉണ്ട് ബ്രാഞ്ച്. നമ്മുടെ എയിംസില്ലേ ന്യൂഡൽഹിയിലെ, അതിനെ ഈയിടെ ഒന്ന് റീബിൽഡ് ചെയ്തിരുന്നു. അതും ഹൈദരാബാദിലെ അപ്പോളോ ഹോസ്പിറ്റലിൻ്റെയും കൺസ്ട്രക്ഷൻ എമറാൾഡ് ഗ്രൂപ്പ് ആയിരുന്നു. പിന്നെ പറഞ്ഞാലൊന്നും തീരില്ല. നമ്മുടെ കമ്പനി ഒന്നുമല്ല മോളെ അവർക്ക് മുന്നിൽ. സൂര്യന് മുന്നിൽ വല്ല ഉൽക്കയെന്ന് പോലൊക്കെ, അല്ലെങ്കിൽ കടലിലെ ഒരു തുള്ളി വെള്ളം പോലെയൊക്കെയാണ് നമ്മൾ. നിക്ക് ഇതിലും വലുതൊന്നുണ്ട്. നീ ഫോബ്സിന്റെ വേൾഡ്സ് റിച്ചസ്റ്റ് പേഴ്സന്റെ ലിസ്റ്റ് എടുത്തേ. അതിൽ 67ാമത്തെ പേരും നോക്ക്. AJM. ഇതാണ് മോറെ എമറാൾഡ് ഗ്രൂപ്പിന്റെ സർവാധിപതി, ദ ഗാങ് AJM. ആരാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ല. സെക്യൂരിറ്റി റീസൺസ് ആളിപ്പോൾ എവിടെയാണെന്നോ ആർക്കും അറിയില്ല. ബിസിനസ് ഡീലിംഗ് ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്. പിന്നെ എമറാൾഡ് എന്ന കമ്പനി തുടങ്ങിയിട്ട് വെറും 5-6 വർഷമായിട്ടുള്ളെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുവോ? ശാലിനി അന്തം വിട്ടിരുന്നു. തൻ്റെ നെഞ്ചിൽ ചാരി നിൽക്കുന്നവളെയും കൊണ്ട് ഹർഷൻ കാറിലേക്ക് കയറി. ഭദ്ര വിൻഡോയിലേക്ക് തല ചായച്ച് കിടന്നു. അവൻ ആ കിടപ്പൊന്ന് നോക്കി, എന്നിട്ട് ഒരു നിശ്വാസത്തോടെ വണ്ടി മുന്നിലേക്കെടുത്തു. അപ്പോഴേക്കും പ്രസാദിനെയും ആര്യനെയും ഗോഡൌണിലേക്ക് മാറ്റി എന്ന മെസ്സേജ് ഹർഷന്റെ ഫോണിൽ വന്നിരുന്നു. അത് കണ്ട അവനിൽ നിഗൂഢമായ ചിരി വിടർന്നു.
അവൻ ഫോൺ എടുത്ത് രഞ്ജിത്തിനെ വിളിച്ചു. ലേഖ ജ്വാലയെ നിരീക്ഷിക്കുന്ന തിരക്കിലാണ്. അവളുടെ ചുറുചുറുക്കും കാര്യങ്ങൾ ചെയ്യുന്നതിലെ ചിട്ടയും അവരെ ആകർഷിച്ചിരുന്നു. അപ്പോഴാണ് ലേഖ അവളോടൊരു ചോദ്യം ചോദിച്ചത്. മോൾക്ക് എത്ര വയസ്സുണ്ട്? I am 28. അത് കേട്ട് ദിവാനിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന അർജുൻ്റെ നെറുകിൽ കയറി ചുമച്ചു. ലേഖയുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു. രഞ്ജിത്ത് ആദ്യമൊന്ന് അന്താളിച്ചെങ്കിലും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അർജു, അപ്പൊ ജ്വാല നിന്നേക്കാളും 2 വയസ്സ് കൂടുതലാണല്ലേ? ജ്വാല ഒന്ന് ഞെട്ടി. അവൾ മെല്ലെ ഇടം കണ്ണിട്ട് അർജുനെ നോക്കി. അവൻ ആകെ കിളി പോയ ഇരിപ്പാണ്. അർജുൻ്റെ ഉള്ളിൽ ഒരു ഭീതി നിറഞ്ഞു. പ്രായവ്യത്യാസം പ്രശ്നമാകുമോ എന്ന്. അവൾ തന്നെ വിട്ടിട്ട് പോകുമോ? അവൻ്റെ മുഖം വാടി. അത് കണ്ടതും ചിരിച്ചുകൊണ്ടിരുന്ന ജ്വാലയുടെ വിധം മാറി. രഞ്ജിത്ത് അവളുടെ ഭാവമാറ്റം കണ്ടതും അമ്മയെ കണ്ണു കാട്ടി വിളിച്ചു. അവിടെ നിന്ന് മുങ്ങി. അനുഭവം ഗുരു എന്നാണല്ലോ. അവർ പോയതും ജ്വാല അവൻ അരികിലേക്ക് ചെന്നിരുന്നു. അവൻ്റെ കൈവിരലുകൾ അവളുടേതുമായി കോർത്തു പിടിച്ചു. അവനിൽ ഒരു ചിരി വിടർന്നു. അവൻ മെല്ലെ അവളുടെ മടിയിലേക്ക് തല വെച്ചു. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ തലകൈകൾ കൊണ്ട് തലോടി. ഇതെല്ലാം കണ്ടുനിന്ന രഞ്ജുവിൻ്റെയും ലേഖയുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അപ്പോഴാണ് ഹർഷന്റെ കോള് വരുന്നത്. ആ വാർത്ത കേട്ട രഞ്ജുവിൻ്റെ മുഖം മുറുകി. അമ്മേ, ഞാൻ ഇപ്പൊ വരാം. ഇവരും ഉണ്ടപ്പം, വാതിൽ പൊട്ടിക്കോ. എന്താ ഉടായിപ്പാണല്ലോ. ലേഖ ആലോചിച്ചുകൊണ്ട് സമ്മതം മൂളി. അവൻ പെട്ടെന്ന് തന്നെ അർജുനെയും ജ്വാലയെയും വിളിച്ചുകൊണ്ട് അവളുടെ ഗോഡൌണിലേക്ക് ഇറങ്ങി. പോകുന്ന വഴിക്ക് നന്ദയെക്കുറിച്ച് അവൾക്ക് അർജുനും രഞ്ജിത്തും പറഞ്ഞു കൊടുത്തു. അവളുടെ മുഖത്തെ അസുരതുല്യമായ ഭാവമായിരുന്നു ആ നിമിഷം. അവിടെ ചെന്നപ്പോൾ സ്റ്റീഫനും മറ്റുള്ളവരും ഒരു റൗണ്ട് പെരുമാറിയിരുന്നു അവരെ. അടികൊണ്ട് ആര്യന്റെ മുഖം വീങ്ങി. പ്രസാദിനെ തലകീഴായി കെട്ടി താഴെ ഒരു വീപ്പയിൽ തിളച്ച എണ്ണയുമുണ്ട്. അതിൽ മുക്കിയെടുത്തതിൻ്റെ ഫലമായി അയാളുടെ കൈകളിലെ തൊലി ഇളകി മാറി മാംസം വെന്ത മണം അവിടെ ആകെ നിറഞ്ഞിരുന്നു. രഞ്ജിത്ത് അറപ്പോടെ മുഖം തിരിച്ചു. അർജുനും മനം പുരട്ടി തുടങ്ങിയിരുന്നു. ഒരു കൂസലുമില്ലാതെ നടന്നു കയറുന്ന ജ്വാലയെ അവർ ഇരുവരും അന്തം വിട്ട് നോക്കി നിന്നു. സ്റ്റീഫൻ ജ്വാലയൊഴികെ അർജുനും രഞ്ജുവിനും മാസ്ക് കൊടുത്തു. അവൾ പ്രസാദിന്റെ അരികിലേക്ക് നടന്നു. അയാൾ നിശബ്ദനായിരുന്നു. അവളുടെ സ്വരം കനത്തു. കൊല്ലും നിന്നെയൊക്കെ ഞാൻ. ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കോട്ടെ, ഒന്നിനെയും വിടില്ല. അടുത്ത നിമിഷം തന്നെ അടുത്തിരുന്ന വാളെടുത്ത് അവൾ സ്റ്റീഫൻ ഇട്ടുകൊടുത്തു. മനസ്സിലായ മട്ടിൽ സ്റ്റീഫൻ അതെടുത്ത് ആഞ്ഞു വീശി. നിമിഷം നേരം കൊണ്ട് അവിടെ കെട്ടിയിട്ടിരുന്ന ആര്യന്റെ വലത് കൈ അറ്റു വീണു. പ്രസാദ് ആർത്തു കരഞ്ഞു. ഇതുപോലെ അവന്റെ തലയാവും അടുത്തത്. ഞാൻ പറയാം, കുറച്ച് വെള്ളം. സ്റ്റീഫൻ വീണ്ടും വാളുയർത്താനായി ആഞ്ഞതും. വേണ്ട വേണ്ട, എല്ലാം അയാൾക്ക് വേണ്ടിയായിരുന്നു. ആർക്കേക്ക് വേണ്ടി? രഞ്ജുവും അർജുനും പരസ്പരം നോക്കി. അപ്പോഴേക്കും ഭദ്രയും ഹർഷനും അവിടെ എത്തിയിരുന്നു. ഭദ്രയെ കണ്ട അയാൾ ഒന്ന് പകച്ചു. എന്നാൽ ജ്വാലയുടെ ഒരു നോട്ടത്തിൽ അയാൾ തുടർന്ന് പറയാൻ തുടങ്ങി. ആരാ? അതൊന്നും എനിക്കറിയില്ല. 25 ലക്ഷം രൂപയാണ് തന്നത്. പകരം ആ കൊച്ചിനെ വേണമെന്ന്. ഫോൺ വഴിയായിരുന്നു. അയാളുടെ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഫാക്ടറിയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ കൊണ്ടുവന്നപ്പോൾ പണം അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടുന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ ആ പെണ്ണിൻ്റെ ശരീരം എൻ്റെ മോൻ മോഹിച്ചിരുന്നു. എനിക്കും ഒരു കണ്ണുണ്ടായിരുന്നു അവളെ പൊക്കുമ്പോൾ. അതുകൊണ്ട് ഞാനും ഇവനും അവിടെ ഒളിച്ചു നിന്നു. അപ്പോൾ അവിടെ ഒരു ആഡംബര വാഹനം വന്നു നിന്നു. അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി. അപ്പോൾ മറ്റെല്ലാ ഗുണ്ടകളും അവിടെ നിന്ന് പോയി. പിന്നെ ഞങ്ങൾ കണ്ടത് ആ വന്നയാൾ ആ പെൺകൊച്ചിനെ അതും വല്ലാതെ ക്രൂരമായി അനുഭവിക്കുന്നതാണ്. അവർക്ക് നെഞ്ചു വിങ്ങുന്നത് പോലെ തോന്നി. അർജുൻ രഞ്ജുവിൻ്റെ കൈകളിൽ അമർത്തി പിടിച്ചു. ഭദ്ര ഹർഷന്റെ ചുമലിൽ മുഖമമർത്തി നിന്നു. അവൻ്റെ തോൾ നനയിച്ചുകൊണ്ട് അവളുടെ കണ്ണുനീർ ഒഴുകിയിറങ്ങി. ഹർഷൻ ഇടറിയ സ്വരത്തോടെ അയാളോട് ചോദിച്ചു, ആരാ അത്? അറിയില്ല, സത്യമായിട്ടും അറിയില്ല. പക്ഷേ അതൊരു പെണ്ണായിരുന്നു.